ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്കിടയിൽ ക്രൈസ്തവ സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ പ്രത്യാശ നൽകുന്നവയാണെന്ന് പ്രദേശത്ത് സേവനം ചെയ്യുന്ന ഫാദർ വിറ്റാലി നൊവാക്. പ്രതിസന്ധികൾക്കിടയിൽ മാനുഷിക സഹായം നൽകാൻ രംഗത്തിറങ്ങിയ നിരവധി സംഘടനകളിലൊന്നായ ഡീപോൾ ഇന്റർനാഷണലിന്റെ പ്രതിനിധിയാണ് ഫാദർ വിറ്റാലി നൊവാക്. റഷ്യൻ സേനയുടെ സമീപകാല ഷെല്ലാക്രമണത്തെ തുടർന്ന് ഖാർക്കിവിലും വടക്ക് കിഴക്കൻ ഉക്രൈനിലും താമസിക്കുന്നവർ ഏറെ ബുദ്ധിമുട്ടിലായതായി അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന ആളുകൾ ഞങ്ങളെ കാണുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ കുഴങ്ങുന്ന അവർക്ക് ആവശ്യമായ താമസ സൗകര്യം കണ്ടെത്തുകയാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് ഫാദർ വിറ്റാലി പറയുന്നു. ആളുകളെ സഹായിക്കുന്നതിനായി ഡീപോൾ ഇന്റർനാഷണൽ നിരവധി ട്രോമ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ട്രോമ ബാധിച്ച 200ഓളം കുട്ടികളെ ഈ കേന്ദ്രങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് ഫാദർ വിറ്റാലി പറഞ്ഞു. 2022 ഫെബ്രുവരി 24-ന് റഷ്യ ഉക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. നഗരങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും നാശനഷ്ടം കൂടാതെ ദശലക്ഷക്കണക്കിന് ഉക്രൈനിയൻ ജനതയുടെ പലായനത്തിനും യുദ്ധം കാരണമായി. അഭയാർത്ഥി ക്യാമ്പുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപങ്ങൾ സ്ഥാപിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നതായും പ്രാർത്ഥന മാത്രമാണ് അവരുടെ ഏക ആശ്രയമെന്നും ഫാദർ വിറ്റാലി കൂട്ടിച്ചേർത്തു. അതേസമയം 2 വർഷം പിന്നിടുമ്പോഴും യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും ലോക സമൂഹവും.